ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാരാപ്പുഴ ഡാം കാണാൻ വേണ്ടി വന്നെയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അഡ്വഞ്ചർ സോണാണ്. അപ്പോൾ അതിൻ്റെ ഗാർഡനും അതേപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ആണ് ഉള്ളത്. അപ്പോൾ ആ പാർക്കിലൂടെ വേണം നമുക്ക് ഡാം കാണാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാരണം പാർക്കിൽ നല്ല തിരക്കുണ്ട്. കുട്ടികൾ ഇത് കണ്ടപ്പോൾ തന്നെ കളിക്കാൻ വേണ്ടി അതിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഫ്ലൈയിങ് ചെയർ എന്ന ഈ റൈഡിലേക്ക് കയറാനായിട്ട് അപ്പോൾ അനിയത്തിമാരും ആങ്ങളെയൊക്കെ കയറി. എനിക്ക് പേടിയാണ് കേട്ടോ ഇതിൽ കയറാനായിട്ട്. കാരണം ഈ താഴത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി പൊങ്ങി പൊങ്ങി പോകും. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വയനാട്ടിലെ എല്ലാ സ്ഥലവും ഒന്നിനൊന്നിന് മെച്ചമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ അവിടെ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തു തരും. പിന്നെ ഈ റൈഡ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അപ്പുറത്ത് സൗത്ത് ഇന്ത്യൻ ബിഗ്ഗസ്റ്റ് ആയ ഗെയിൻഡ് സ്വിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ റൈഡിൽ കയറണമെങ്കിൽ നല്ല ധൈര്യം വേണം. ഇത് മുകളിൽ നിന്ന് ഇത് കാണുമ്പോൾ തന്നെ പേടിയാകും. നല്ല ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടി അങ്ങോട്ട് പോകുമ്പോഴാണ് ഡാം. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞുമാൻ്റെ മോൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ കല്യാണം കൂടി ഇപ്പോൾ ഡാമും കണ്ടിട്ട് അവൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണതാണ്. കൊച്ചിയിലേക്ക് വന്നില്ല, നേരെ ബാംഗ്ലൂരിലേക്ക് പോകണതാണ്. അപ്പോൾ തിങ്കളാഴ്ച അവനക്ക് ജോലിക്ക് കയറണമല്ലോ. അപ്പോൾ സുൽത്താൻ ബത്തേരിന്ന് ബസ്സുണ്ട്. അപ്പോൾ 6 മണിക്ക്. അപ്പോൾ അവൻ അതിൽ കയറി പോകണതാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇത്രയും ദൂരം വരാൻ പറ്റുള്ളൂ. ഇപ്പുറത്തേക്ക് ആരെയും കടത്തി വിടൂല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാരാപ്പുഴ ഡാം. അപ്പോൾ ഷട്ടറിൻ്റെ വശത്തേക്ക് ആരെയും വിടില്ല. അവിടെ അവർ അടച്ചു വെച്ചേക്കണാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ദേ കണ്ട, ഇപ്പുറത്തേക്ക് ആരെയും വിടുന്നില്ല, ഇത്രയും വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ കഫേയിൽ വന്നു. എല്ലാവർക്കും ഐസ്ക്രീം അതുപോലെ തന്നെ കോഫി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിതേ കഫേ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോഫിയാണ് കുടിച്ചത്, എനിക്ക് ഐസ്ക്രീം പറ്റില്ല, തണുപ്പ് പറ്റില്ല. അപ്പോൾ ഞാനൊരു കോഫി കുടിച്ചു, പിന്നെ പോപ്കോൺ വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ കഫേൻ്റെ ഇപ്പുറത്തെ ഭാഗമായിട്ട് നല്ല ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതെ ഞാൻ കാണിച്ചു തരാം. പുല്ലിൽ വെട്ടി വെച്ചേക്കണ പോലത്തെ ഓരോ, പിന്നെ കാരാപ്പുഴ ഡാം ഗാർഡൻ എന്നൊക്കെ, പിന്നെ പുല്ലുകൊണ്ട് വെട്ടി വെച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കാരാപ്പുഴ ഡാം ഗാർഡൻ എന്ന് എഴുതി വെച്ചേക്കണം. അതിൻ്റെ മുമ്പിൽ ആളുകളൊന്ന് ഫോട്ടോ എടുക്കുന്ന കാരണം ശരിക്കും എടുക്കാൻ പറ്റിയില്ല. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരാപ്പുഴ ഡാമും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങണേണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മുത്തങ്ങ കാടിൻ്റെ ഉള്ളിൽ ഒന്ന് അവിടുത്തെ വന്യമൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 6:30 മണിയൊക്കെ ആയെന്ന് തോന്നണം, 6-6:30 മണിയായെന്ന് തോന്നുന്നു, സന്ധ്യ ആകാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കോഴിക്കോടത്തെ കുഞ്ഞുമ്മാൻ്റെ ഇളയ മരുമോള്, അവൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കോഴിയട എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിക്കനാണെന്ന് തോന്നുന്നു, ഗ്രേവിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ രാത്രി 7:30 മണിയായി കാടിൻ്റെ ഉള്ളിലേക്ക് കയറണത് കേട്ടോ, മുത്തങ്ങ. അപ്പോൾ മുത്തങ്ങ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ രാത്രിയാണ്, അപ്പോൾ ഇനി ആനനെയൊക്കെ കാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇരുട്ടാണ്, അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ കാടിനുള്ളിൽ കൂടി പോകാനായിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. റോഡ് ക്രോസ് ചെയ്യാൻ പോണ്. ഞങ്ങണ്ടേ മൂത്തപ്പാനാന്ന് പറഞ്ഞോടുകൂടി എല്ലാരും നോക്കണായിരുന്നു. ഈ തുമ്പത്തൊക്കെയായിരുന്നല്ലേ നിങ്ങളെങ്ങനെ ഒരു കാട്ടാനെ കണ്ട്? തിരിച്ചു പോകുമ്പോ കാണാട്ടാണ്, തിരിച്ചതേ കൂടി തന്നെ പോണം. പുലി പുലി പിന്നെ പുലിയന്റെ ബേക്കില് ആ മൊബൈല് കറക്റ്റ് കൈ വെച്ചോടി. അതന്നെ ആന പേടിച്ചോടി. മാന്റെ കൂട്ടം അവിടെ കാണില്ല. രാത്രിയായിരുന്നല്ലോ, ഇരുട്ടായതുകൊണ്ട് ആനനെ ഫോണിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഫോണിൽ കിട്ടിയില്ല. അതുപോലെ തന്നെ മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ആ കാട് തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് ഒരു ആന, അതും ഉത്സവത്തിൻ്റെ ആനയാണ് കേട്ടോ, ഉത്സവത്തിന് വേണ്ടി വന്ന ആന. പിന്നെ താലപ്പൊലി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാവടി. അപ്പോൾ ഞാൻ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി.
അപ്പോൾ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ പുട്ട് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എൻ്റെ അനിയത്തി പുട്ട് ബിരിയാണി ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ചിച്ച ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ കപ്പ ബിരിയാണി, അതുപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തത് പുട്ടും പോട്ടിക്കറിയും, പിന്നെ പൊറോട്ട, ബീഫ്, അങ്ങനെ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എടുത്ത് കഴിച്ചു കേട്ടോ, എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട്. അപ്പോൾ അത് കഴിച്ചതിന് നമ്മൾ നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ കല്യാണത്തിന് പോയതും ടൂറ് പോയതും എല്ലാം കൂടി ആയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. വെള്ളിയാഴ്ച ഇങ്ങോട്ട് പോന്നപ്പോൾ ഇക്ക മോന് വന്നിട്ടുണ്ടായില്ല, ഞാൻ ഒറ്റക്കാണ് ഇവരെ കൂടി വന്നത്. അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ കൂടി അടിച്ച് പൊളിച്ച് കല്യാണം കൂടി ഇപ്പോൾ ഒന്ന് നമുക്ക് ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം. കാരണം എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു സന്തോഷമാണല്ലോ, നല്ല ഒരു വൈബായിരുന്നു എല്ലാവരും കൂടി ഉള്ളപ്പോൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ? കാണാത്ത വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ കാണണേ. ഞാൻ വേറെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. അസ്സലാമു അലൈക്കും.